എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ദാരിദ്ര്യത്തിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ്. പൈസ ഇല്ലായ്മ മാത്രമല്ല നമ്മളെ ദരിദ്രരാക്കുന്നത്. നമ്മുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് മാത്രമല്ല നമുക്ക് ദാരിദ്ര്യം ഫീലാവുക. നമ്മുടെ മൈൻഡ് സെറ്റാണ് അതിന് പ്രധാനമായും കാരണം. ചില ആളുകൾ എത്ര വലുതായാലും അവർ എത്രയൊക്കെ സമ്പാദിക്കാൻ തുടങ്ങിയാലും തരക്കേടില്ലാത്തൊരു സാലറി അവർക്ക് മാസം കിട്ടുന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് ചിലവാക്കാൻ ഇവർക്ക് ഭയങ്കര മടിയായിരിക്കും. സ്വയം ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും സ്കില്ല് പഠിക്കാനോ ഒന്നും ശ്രമിക്കില്ല. അതുപോലെ തന്നെ ഒരു കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് മേടിക്കുകയാണെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ പലതരത്തിലുള്ള പല റേഞ്ചിലുള്ള മാങ്ങ, ആപ്പിളോ എന്താണെങ്കിലും അത് പല റേഞ്ചിലുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഏറ്റവും വില കുറഞ്ഞത് നോക്കി മേടിക്കും. അതുപോലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ പച്ചക്കറി നോക്കി തിരഞ്ഞെടുക്കും. ഡ്രസ്സ് മേടിക്കാൻ പോവുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ എന്ത് കിട്ടുമോ അത് മേടിക്കും. എത്ര നേരം വൈകിട്ടാണെങ്കിലും എത്ര ക്ഷീണിതരാണെങ്കിലും വീട്ടിൽ വന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ആളുകളുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ഒരിക്കൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ മടിയുള്ള ആളുകൾ, ആ പൈസ എന്തിനാ വെറുതെ ചിലവാക്കുന്നത് എന്ന് കരുതിയിട്ട് ചെയ്യുന്ന ആളുകൾ. ഇവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് എപ്പോഴും പൈസയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അത് നമുക്ക് എത്ര കണ്ട് ഉപകാരപ്രദമാവും, അത് ഭാവിയിലേക്ക് നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നൊന്നും ചിന്തിക്കില്ല. ഇതൊരിക്കലും ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ല, നമ്മുടെ ട്രോമ റെസ്പോൺസാണ്. നമുക്കത് നമ്മുടെ ചെറുപ്പത്തിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ പുറത്താണ് നമ്മൾ അങ്ങനെ ആയിത്തീരുന്നത്. ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ കണ്ടു വളരുകയാണ് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഓരോ ചെറിയ പൈസയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. അത് കണ്ടു വളരുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ എത്ര ഉണ്ടെങ്കിലും നമുക്ക് മതിയാവില്ല, ഇതിങ്ങനെ തീർന്നു പോകുന്നൊരു സാധനമാണ് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ബ്രെയിൻ അതിനെ മനസ്സിലാക്കുക. നമ്മൾ ആ ഫൈനാൻഷ്യൽ സ്റ്റേജിൽ നിന്ന് മാറിയാലും നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് മാറുന്നില്ല. നമ്മുടെ മനസ്സിൽ അപ്പോഴും പൈസ ചിലവാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു പോകും എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് ഉണ്ടാവുക. ഇത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കും. നമുക്ക് എന്താണ് നല്ലത് എന്നല്ല നമ്മൾ ചിന്തിക്കുക, ഏതാണ് ലാഭം, ഏതിനാണ് വിലക്കുറവ് എന്നാണ് നമ്മൾ ചിന്തിക്കുക. ഒരു നല്ല ബെറ്റർ ഡിസിഷൻ എടുക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ കുട്ടികളെ നല്ലൊരു കോഴ്സിന് ചേർക്കാൻ നമുക്ക് കഴിയില്ല. മേന്മയുള്ള ഒരു സാധനം മേടിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മളെപ്പോഴും എവിടെയാണ് വിലക്കുറവ് എന്നാണ് നമ്മൾ ചിന്തിക്കുക. എത്ര തന്നെ പൈസ നമുക്ക് ഉണ്ടായാലും നമുക്കൊരു ഇൻസെക്യൂരിറ്റിയാണ് ഫീൽ ആവുക. നമുക്കൊരിക്കലും സേഫായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം ഇത് കഴിഞ്ഞു പോവും, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതാവും. ഒരു ട്രിപ്പിന് പോകാൻ നമ്മൾ തയ്യാറാവില്ല. കൂട്ടുകാരെങ്കിലൊക്കെ ടൂറിനൊക്കെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫാമിലി ടൂറിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകാൻ തയ്യാറാവില്ല. കാരണം അയ്യോ അത് പൈസ ചിലവാകും എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. അതുപോലെ എക്സ്പെൻസീവായൊരു മീല് കഴിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, നല്ലൊരു ഹോട്ടലിൽ കയറില്ല, വില കൂടിയ ഒരു വസ്ത്രം മേടിക്കില്ല. എന്തൊക്കെ ഫംഗ്ഷൻ വന്നാലും എല്ലായിടത്തും നമ്മൾ വിലക്കുറവ് മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്, എന്നെക്കൊണ്ട് സാധിക്കില്ല, ഞാനൊരു കഴിവില്ലാത്ത ആളാണ്, എൻ്റെ അടുത്ത് പൈസ ഇല്ല, എനിക്ക് ആവശ്യത്തിനുള്ള പണമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സിഗ്നലാണ് നമ്മൾ നമ്മുടെ ബ്രെയിനിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ പറ്റി തന്നെയുള്ള നമ്മുടെ ചിന്തയെ അത് ബാധിക്കും. നമ്മുടെ സെൽഫ് വർത്ത് ഇല്ലാതാവും, നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാവും. കൂടുതൽ പൈസ ഉണ്ടാക്കിയാലൊന്നും നമ്മുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരില്ല. പൈസ ചിലവാക്കുന്നതിൽ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കുന്നതൊക്കെ നമുക്ക് നല്ലതാണ്. പക്ഷേ നമ്മൾ പേടിക്കുകയാണ്. പൈസ ചിലവാക്കി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ തീർന്നു പോകുമോ എന്നുള്ള രീതിയിൽ പേടിച്ചിട്ട് നമ്മൾ പൈസ ചിലവാക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു നല്ല ശീലമല്ല. അത് നമ്മുടെ ട്രോമ റെസ്പോൺസാണ്. അതൊരിക്കലും ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ല. നമ്മുടെ മനസ്സിന് ഉണ്ടാവേണ്ട ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ഇനഫ് മണി ആൻഡ് ഐ ക്യാൻ ക്രിയേറ്റ് മോർ എന്നുള്ള ഒരു സിഗ്നലാണ് നമ്മൾ നമ്മുടെ ബ്രെയിനിന് കൊടുക്കേണ്ടത്. എൻ്റെ അടുത്ത് ആവശ്യത്തിന് പണമുണ്ട്, ഇനിയിപ്പോൾ ഇത് തീർന്നാലും എനിക്ക് കൂടുതൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ജീവിതം ഒന്ന് ഓപ്പൺ അപ്പ് ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും ഒരു കാര്യത്തിന് എങ്ങാനും നമുക്ക് കുറച്ച് പൈസ ചിലവാക്കേണ്ടി വന്നാൽ പിന്നെ അന്ന് രാത്രി നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. എങ്ങനെയാണ് ഈ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിനെ, ഈ ദാരിദ്ര്യ ചിന്താഗതിയെ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ അൺകംഫർട്ടബിൾ ആയ ഡിസിഷൻസ് എടുക്കുക. വല്ലപ്പോഴും ഒക്കെ ഒരു വില കൂടിയ ഡ്രസ്സ് മേടിക്കുക. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെൻസീവായ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുക. ഇടയ്ക്കൊക്കെ ഫാമിലിയെ കൊണ്ടൊരു ടൂർ പോകുക. അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ട് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ പൈസ ചിലവാക്കിയിട്ട് എൻജോയ് ചെയ്ത് നോക്കുക. സ്ഥിരമായിട്ട് ഇത് ചെയ്യണമെന്നല്ല പറയുന്നത്. എല്ലാ മാസവും വളരെ വില കൂടിയ ഡ്രസ്സ് മേടിക്കുകയും എല്ലാ ആഴ്ചയും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മളെ തന്നെ കുറച്ച് പൈസ ചിലവാക്കിയിട്ട് ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഗിൽറ്റ് നമുക്ക് ഫീൽ ആവണം. ആ അൺകംഫർട്ടബിളായ അവസ്ഥയെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഇല്ലാതാവും. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വില കൂടിയ വസ്ത്രം മേടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു എക്സ്പെൻസീവായ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചതുകൊണ്ടോ അതുകൊണ്ട് നമ്മൾ ബ്രോക്ക് ആവാനൊന്നും പോകുന്നില്ല എന്ന് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മൊത്തം കാലിയാവുകയോ നമ്മൾ ദരിദ്രരായി പോവുകയോ ഒന്നുമില്ല.
എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ അൺകംഫർട്ടബിളായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എങ്കിലാണ് നമ്മൾ ആ മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്തു വരികയുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ജീവിതം കുറച്ചുകൂടി ഓപ്പൺ ആവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ചുരുങ്ങിപ്പോവും, നമ്മുടെ റിലേഷൻഷിപ്പ് സഫർ ചെയ്യും, നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു വില ഇല്ലാതാവും. റിയൽ വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൽ എത്ര കാശുണ്ട് എന്നുള്ളത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മൊത്തം കാലിയായാലും വീണ്ടും അത് നിറയ്ക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. ഐ ക്യാൻ ക്രിയേറ്റ് മോർ എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളെ ദരിദ്രരും ധനികരും ഒക്കെ ആക്കി മാറ്റുന്നത്.